Hi, next topic is stack. So stack is a linear data structure. Then data structure means collection of elements and its relationship. Represent ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റാ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഡേറ്റാ സ്ട്രക്ചറാണ്. ദാറ്റ് മീൻസ് സ്റ്റാക്കിലുള്ള എലമെൻസിൻ്റെ റിലേഷൻഷിപ്പ് ഒരു ലീനിയാരിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അറേ എന്ന് പറയുന്നതും ഒരു ലീനിയർ ഡേറ്റാ സ്ട്രക്ചറാണ്. അപ്പം പക്ഷേ അറേയുടെ കേസിൽ നമുക്ക് എലമെൻസിനെ ഇൻസേർഷൻ, ഡിലീഷൻ, ആക്സസിങ് എല്ലാം ഏത് ലൊക്കേഷനിൽ നിന്ന് വേണമെങ്കിലും ഏത് ഇൻഡെക്സിൽ നിന്ന് വേണമെങ്കിലും പോസിബിളാണ്. സോ ഈ അറേയിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്താൽ നമുക്ക് സ്റ്റാക്കും ക്യൂവും ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് എ സ്റ്റാക്ക്, ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ, ഓർ വി ക്യാൻ ആഡ് ഓർ റിമൂവ് ഐറ്റംസ് ഓൺലി അറ്റ് വൺ എൻഡ്. ഓക്കെ, ആൻഡ് ദാറ്റ് എൻഡ് ഈസ് കോൾഡ് ടോപ്പ്. സോ ഒരു സ്റ്റാക്കിൻ്റെ ടോപ്പിൽ നിന്ന് മാത്രം, ടോപ്പ് എന്ന് പറയുന്ന ഒരു എൻഡിൽ നിന്ന് മാത്രമാണ് നമുക്ക് എലമെൻറ്റ് ഇൻസേർഷനും ഡിലീഷനും പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, നമുക്കൊരു ഡെക്ക് ഓഫ് പ്ലേറ്റ് കൺസിഡർ ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ് പ്ലേറ്റ് നമ്മൾ വെച്ചു. ഓക്കെ, ദെൻ സെക്കൻഡ് പ്ലേറ്റ്, തേർഡ് പ്ലേറ്റ്, ഫോർത്ത് പ്ലേറ്റ്. സോ നമ്മൾ എപ്പോഴും പ്ലേറ്റ്സ് വെക്കുന്നത് ഒരു ഇരിക്കുന്ന പ്ലേറ്റിൻ്റെ ടോപ്പിലായിട്ടാണ് വെക്കുന്നത്. ദെൻ ഇഫ് യു വോണ്ട് ടു ടേക്ക് എ പ്ലേറ്റ്, നമുക്ക് ഇടയിൽ നിന്നൊരു പ്ലേറ്റ് വലിച്ചെടുക്കാൻ പറ്റില്ല, നമ്മൾ ഈ ടോപ്പിലിരിക്കുന്ന പ്ലേറ്റിനെ എടുക്കുന്നത്. സോ ആഫ്റ്റർ ടേക്കിംഗ് ദിസ് പ്ലേറ്റ് നമുക്കത് ഈ പ്ലേറ്റ് എടുക്കാം. സോ എപ്പോഴും ഈ ഒരു പോയിന്റിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഈ ഒരു പോയിന്റിൽ കൂടി മാത്രമാണ് നമുക്ക് ഒരു പ്ലേറ്റ് ഇൻസേർട്ട് ചെയ്യാനും പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് പ്ലേസ് ചെയ്യാനും പറ്റുള്ളൂ. അതുപോലെ എടുക്കണം എന്നുണ്ടെങ്കിലും ഈ ഒരു പോർഷൻ, ഈ ഒരു പ്ലേസിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് കോൾഡ് ടോപ്പ്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അറേ സ്റ്റാക്ക് ഈസ് ആൻ ഓർഡേർഡ് കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് ഡേറ്റ എലമെൻറ്റ്സ് വെയർ ഇൻസേർഷൻ, ഡിലീഷൻ ടേക്ക് പ്ലേസ് അറ്റ് വൺ എൻഡ് വിച്ച് ഈസ് കോൾഡ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ഓക്കെ, so then there are two basic operations for a stack. They are called push and pop. സോ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഇൻസേർഷൻ ഓപ്പറേഷനെയാണ് നമ്മൾ പുഷ് എന്ന് പറയുന്നത്, ഡിലീഷൻ ഓപ്പറേഷനെ പോപ്പ് എന്ന് പറയും. സോ നമുക്കൊരു എലമെൻറ്റിനെ സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്ലേറ്റ് വെക്കുന്ന ഓപ്പറേഷനെ നമ്മൾ ഇൻസേർഷൻ എന്ന് പറയും, പ്ലേറ്റ് എടുക്കുന്ന ഓപ്പറേഷനെ പോപ്പ് എന്ന് പറയും. ഓക്കെ, ദെൻ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ലിഫോ സ്ട്രക്ചർ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. നമ്മളിപ്പോൾ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിൽ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് വെച്ച പ്ലേറ്റ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്. സോ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് വന്ന എലമെൻ്റ് ആയിരിക്കും ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഔട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ലിഫോ. സോ സ്റ്റാക്ക് ഈസ് എ ലിഫോ സ്ട്രക്ചർ. ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, സോ സ്റ്റാക്ക് ഈസ് എ ലിഫോ സ്ട്രക്ചർ. ദെൻ ടോപ്പിലാണ് നമുക്ക് എലമെൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ വി ക്യാൻ റിമൂവ് ഐറ്റം ഫ്രം ടോപ്പ്. ദെൻ then it's LIFO structure that reverse order from which they are inserted. അത് ഇൻസേർട്ട് ചെയ്യുന്ന ഓർഡറിൻ്റെ റിവേഴ്സ് ഓർഡറിലായിരിക്കും അത് സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റാക്ക് ഓപ്പറേഷൻസ് നമ്മൾ പറഞ്ഞു. ദേ ആർ പുഷ് ആൻഡ് പോപ്പ്, ടു ഓപ്പറേഷൻസ്. ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷനെ, സോ ആൻ എലമെൻറ്റ് ഇൻ ദ സ്റ്റാക്ക് ഈസ് ടേംഡ് ആസ് ഐറ്റം. സോ നമ്മൾ സ്റ്റാക്കിലേക്ക് വെക്കുന്ന ഓരോന്നിനെയും നമ്മൾ ഐറ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഒരു ഐറ്റമാണ് നമ്മൾ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ദെൻ മാക്സിമം എത്ര എലമെൻറ്റ്സ് നമുക്ക് ആ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും, ദാറ്റ് ഇസ് കോൾഡ് സൈസ് ഓഫ് ദ സ്റ്റാക്ക്. അറേയുടെ സൈസ് പറയുന്ന പോലെ തന്നെ സ്റ്റാക്കിൻ്റെ സൈസ്. സോ ദിസ് ഓപ്പറേഷൻ, സോ ഫസ്റ്റ് എ സ്റ്റാക്കിൽ ഓൾറെഡി ഉണ്ട്. സോ ഇതൊരു അറേയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. 0, 1, 2 ഇങ്ങനെയാണ് അതിൻ്റെ ഇൻഡെക്സ് പോകുന്നത്. സോ ഫസ്റ്റ് ഒരു എലമെൻറ്റ് സ്റ്റാക്കിലുണ്ടെങ്കിൽ ആ എലമെൻറ്റിൻ്റെ ഇൻഡെക്സിനെയാണ് ടോപ്പ് പോയിൻ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വാല്യൂ ഓഫ് ടോപ്പ് ഇസ് 0. ഈ കേസിൽ ടോപ്പിൻ്റെ വാല്യൂ 0 ഓക്കെ, ദെൻ നോക്കുക, നെക്സ്റ്റ് എലമെൻറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ദാറ്റ് ഈസ് കോൾഡ് പുഷ് ഓപ്പറേഷൻ. ഇവിടെ നമ്മൾ പെർഫോം ചെയ്യുന്നത് പുഷാണ്. സോ പുഷ് ചെയ്യാന്ന് വെച്ചാൽ സെക്കൻഡ് എലമെൻറ്റിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് എപ്പോഴും ടോപ്പിൽ കൂടിയാണ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ടോപ്പ് എന്ന് പറയുന്നത് പോയിൻ്റ് ചെയ്യുന്നത് 0 സോ നെക്സ്റ്റ് എലമെൻറ്റ് നമ്മൾ ആ ടോപ്പിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്തു, ദെൻ തേർഡ് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്തു. സോ തേർഡ് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ടോപ്പ് പോയിൻ്റ് ചെയ്യുന്നത് ഏറ്റവും ടോപ്പിലുള്ള എലമെൻറ്റിനെയാണ്. അതായത് ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത എലമെൻറ്റിനെയാണ് എപ്പോഴും ടോപ്പ് പോയിൻ്റ് ചെയ്യുന്നത്. ടോപ്പ് എന്ന് പറയുന്നത് ഒരു പോയിൻ്ററാണ്. നമ്മൾ ആ പോയിൻ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസേർഷനും ഡിലീഷനും പെർഫോം ചെയ്യുന്നത്. സോ ടോപ്പ് എപ്പോഴും പോയിൻ്റ് ചെയ്യുന്നത് സ്റ്റാക്കിലെ ടോപ്പ് മോസ്റ്റ് എലമെൻറ്റിനെ ആയിരിക്കും. സ്റ്റാക്കിൻ്റെ ടോപ്പ് മോസ്റ്റ് എലമെൻറ്റിനെയാണ് എപ്പോഴും ടോപ്പ് പോയിൻ്റ് ചെയ്യുന്നത്. സോ ഈ കേസിൽ ബിനെ പോയിൻ്റ് ചെയ്യും. സോ ഈ കേസിൽ സീനെ ആയിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. ദെൻ നൗ ഇത്രയും ഓപ്പറേഷൻസ് പോപ്പ് ഓപ്പറേഷനാണ് പറയുന്നത്. സോ നമ്മൾ പോപ്പ് ചെയ്യുമ്പോഴും
ആ ടോപ്പിൽ നിന്നാണ് പോപ്പ് ചെയ്യുന്നത്. അതായത് ടോപ്പ് എന്ന് പറയുന്ന പോയിൻ്റർ എവിടെയാണോ പോയിൻ്റ് ചെയ്തേക്കുന്നത് അവിടെ നിന്നാണ് പോപ്പ് ചെയ്യുന്നത്. സോ ഇവിടെ ടോപ്പ് പോയിൻ്റ് ചെയ്യുന്നത് സീനെയാണ്. സോ നമ്മൾ സി പോപ്പ് ചെയ്തു. സി പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ടോപ്പ് പോയിൻ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ടോപ്പ് മോസ്റ്റ് എലമെൻറ്റിനെയാണ്. സോ നെക്സ്റ്റ് ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് ബി ആണ്. സോ ബി പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടോപ്പ് പോയിൻ്റ് ചെയ്യുന്നത് എയിനെയാണ്. അതായത് സ്റ്റാക്കിൽ ഇപ്പോൾ എ മാത്രമേ ഉള്ളൂ. സോ എ ഇസ് ദ ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ്. സോ ടോപ്പ് പോയിൻറ്റ്സ് ടു എ. ദെൻ ഫൈനലി നമ്മൾ എയും കൂടി പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാക്ക് എം ടി ആവും. ഇൻ ദാറ്റ് കേസ് വി ക്യാൻ സേ ദാറ്റ് ടോപ്പ് ഇസ് -1. ഓക്കെ, ടോപ്പ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. അതായത് സ്റ്റാക്ക് ഇവിടെ നമ്മൾ ഒരു അറേയാണ് യൂസ് ചെയ്യുന്നത്. അറേയിൽ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 ആണ്. സോ ഒരു എലമെൻറ്റെങ്കിലും ഉണ്ടെങ്കിലാണ് ടോപ്പിൻ്റെ വാല്യൂ 0 ആവുക. സ്റ്റാക്ക് എം ടി ആണെങ്കിൽ ടോപ്പിൻ്റെ വാല്യൂ -1 ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ്. സോ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ടോപ്പ് ഓൾവേസ് പോയിൻറ്റ്സ് ടു ദി ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ്. ഈ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. ടോപ്പ് ഓൾവേസ് പോയിൻറ്റ്സ് ടു ദി ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പുഷ് ഓപ്പറേഷൻ, നമ്മളെപ്പോഴും ഇൻസേർഷനെ പുഷ് എന്നാണ് പറയുന്നത്, ഡിലീഷൻ ഓപ്പറേഷനെ പോപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ പുഷ് ചെയ്യുന്നത് എപ്പോഴും ടോപ്പിൽ കൂടി ആയിരിക്കും, റിമൂവ് ചെയ്യുന്നതും ടോപ്പിൽ നിന്നായിരിക്കും. Okay, then next is array representation. So here we have an array. So indices 0, 1, 2, 3, 4 and 5. Okay, so ഇതാണ് നമ്മുടെ array. എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് എ എ ബി ബി സി സി ഡി ഡി എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ ലാസ്റ്റ് ഇത് നമ്മളൊന്ന് തിരിച്ചു വെച്ചാൽ മതി. ഇങ്ങനെ ഇരിക്കുന്ന സംഭവമാണ് നമ്മൾ നേരത്തെ വരച്ചത്. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ഫ്രം 0. അപ്പോൾ 0, 1, 2, 3. ഇപ്പോൾ 3യിലാണ് നമ്മുടെ ഡി 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 എന്ന് പറയുന്ന എലമെൻറ്റ് ഇരിക്കുന്നത്. ദാറ്റ് വിൽ ബി ദ ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ്. സോ അവിടെയായിരിക്കും ടോപ്പ് പോയിൻ്റ് ചെയ്യുന്നത്. സോ ടോപ്പ് എന്ന് പറയുന്നത് ഒരു കാര്യം ഓർക്കുക, ടോപ്പ് ഒരിക്കലും ഡി 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 അല്ല. ടോപ്പ് എന്ന് പറയുന്നത് ഡി 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 എന്ന് പറയുന്ന എലമെൻറ്റ് പ്ലേസ് ചെയ്തേക്കുന്ന അരയുടെ ഇൻഡെക്സ് ആണ്. സോ ഡി 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 പ്ലേസ് ചെയ്തേക്കുന്ന അരയുടെ ഇൻഡെക്സ് 3 ആണ്. സോ ടോപ്പ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ സൈസ് ഓഫ് ദി സ്റ്റാക്ക്? ഇവിടെ ടോട്ടലി നമുക്ക് 6 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാം. 0 to 5 ഇൻഡീസസ് വരെ 6 എലമെൻറ്റ്സ്. സോ സൈസ് ഓഫ് ദ സ്റ്റാക്ക് എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ, ദെൻ ദർ ആർ 2 ടേംസ്, ഓവർഫ്ലോ ആൻഡ് അണ്ടർഫ്ലോ. ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ ഓവർഫ്ലോ ആയി എന്ന് പറഞ്ഞാൽ നിറഞ്ഞു പോണേനെയാണ്. സോ സ്റ്റാക്കിൽ നമുക്ക് ടോട്ടൽ 6 ആണ് സൈസ്. 6 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. 6 എലമെൻറ്റ്സ് ഈ സ്റ്റാക്കിലുണ്ടെങ്കിൽ നമുക്ക് പറയാം സ്റ്റാക്ക് ഇസ് ഫുൾ എന്ന് പറയാം. ഓക്കെ, ദെൻ ഫുള്ളായിരിക്കുന്ന സ്റ്റാക്കിലേക്ക് ഇഫ് യു ട്രൈ ടു ഇൻസേർട്ട് another element, then ആ സ്റ്റേജിനെയാണ് നമ്മൾ ഓവർഫ്ലോ എന്ന് പറയുന്നത്. ഫുള്ളായിട്ടിരിക്കുന്ന സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിൻ്റെ സൈസ് എത്രയാണോ അതിനേക്കാൾ കൂടുതൽ, അത് കറക്റ്റായിട്ട് 6 ആണ് സൈസ് എങ്കിൽ 6 എലമെൻറ്റ്സ് ആ സ്റ്റാക്കിലുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സ്റ്റാക്ക് ഇസ് ഫുൾ. ദെൻ വീണ്ടും നമ്മൾ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ ദാറ്റ് സ്റ്റേജ് ഇസ് കോൾഡ് ഓവർഫ്ലോ. ദെൻ അണ്ടർഫ്ലോ എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല, സ്റ്റാക്ക് എം ടി ആണ്. നമ്മൾ വീണ്ടും അതിൽ നിന്ന് എലമെൻറ്റ്സിനെ റിമൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് അണ്ടർഫ്ലോ. ഓൾറെഡി എം ടി ആയിരിക്കുന്ന എലമെൻറ്റിൽ നിന്ന് എലമെൻറ്റ്സിനെ റിമൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോപ്പ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് പറയാം അണ്ടർഫ്ലോ. അപ്പോൾ അണ്ടർഫ്ലോ ഒക്കർ ചെയ്യുന്നത് പോപ്പ് ഓപ്പറേഷനിലും ഓവർഫ്ലോ ഒക്കർ ചെയ്യുന്നത് പുഷ് ഓപ്പറേഷനിലുമാണ്. ഓൾറെഡി നിറഞ്ഞിരിക്കുന്നതിലേക്ക് വീണ്ടും പുഷ് ചെയ്യുമ്പോൾ ഓവർഫ്ലോയും, ഓൾറെഡി എം ടി ആയിരിക്കുന്നതിന് പോപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ അണ്ടർഫ്ലോയും. ഓക്കെ, ദെൻ അൽഗോരിതം നോക്കാം. സോ ഇനീഷ്യലി ടോപ്പ് ഇസ് ഈക്വൽ ടു -1. സോ ടോപ്പ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട് -1 ആയിട്ട്. അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാക്ക് എങ്കിൽ ടോപ്പിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ഇൻഡിസസ് 0, 1. ഓക്കെ, ദെൻ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഇൻസേർട്ട് ആൻ എലമെൻറ്റ്. ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുക ഇഫ് ടോപ്പ് ലെസ് ദാൻ മാക്സിമം സൈസ്. സപ്പോസ് ദി സൈസ് ഓഫ് ദ സ്റ്റാക്ക് 4 ആണെന്ന് വിചാരിക്കുക. സോ ടോപ്പ് ഇസ് ഈക്വൽ ടു -1. ഓക്കെ, സോ ടോപ്പ് സൈസിനേക്കാൾ ലെസ് ആണോ? ഓക്കെ, ലെസ് ആണ്. സോ വി നീഡ് ടു ഇൻക്രിമെൻറ്റ് ദ ടോപ്പ്. സോ നൗ ടോപ്പ് ഇസ് ഈക്വൽ ടു ടോപ്പ് +1, ദാറ്റ് ഇസ് -1 + 1. സോ ദാറ്റ് ബിക്കംസ് 0. സോ ടോപ്പിൻ്റെ വാല്യൂ 0 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? റീഡ് ദ എലമെൻറ്റ്. നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഐറ്റം നമ്മൾ റീഡ് ചെയ്യുക. ദെൻ എ ഓഫ് ടോപ്പ്, ഈ അരയുടെ പേരാണ് എ എന്ന്. സോ എ ഓഫ് ടോപ്പ് എന്ന് പറയുമ്പോൾ നൗ ദ വാല്യൂ ഓഫ് ടോപ്പ് 0. സോ എ ഓഫ് 0 ഇസ് ഈക്വൽ ടു ഐറ്റം. നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട എലമെൻറ്റ് ഏതാണോ ആ എലമെൻറ്റിന് നമ്മൾ എങ്ങോട്ട് ചെയ്യുക? സപ്പോസ് 11 ആയിരുന്നു നമ്മുടെ ഇൻസേർട്ട് ചെയ്യേണ്ട എലമെൻ്റ് എങ്കിൽ 11 നമ്മൾ എ ഓഫ് ടോപ്പിൽ പ്ലേസ് ചെയ്തു. ഓക്കെ, സോ ഒരു കേസ് കൂടി നോക്കാം. സോ നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. സോ സെക്കൻഡ് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഇഫ് ടോപ്പ് ലെസ് ദാൻ മാക്സിമം സൈസ്, ടോപ്പിൻ്റെ വാല്യൂ നൗ 0 ആണ്. മാക്സിമം സൈസ് എന്ന് പറയുന്നത് 4 ആണ്. സോ 0 ലെസ് ദാൻ 4 കണ്ടീഷൻ ട്രൂ ആണ്. സോ ടോപ്പ് ഇൻക്രിമെൻറ്റ് ചെയ്യാം. സോ ടോപ്പ് ബിക്കംസ് 1. ടോപ്പ് എന്ന് പറയുന്നത് 0 ആയിരുന്നു, അത് 1 ആയി. ദെൻ നമ്മൾ റീഡ് ചെയ്ത ഐറ്റത്തിനെ നമ്മൾ
ടോപ്പിലേക്ക് എ ഓഫ് ടോപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. സപ്പോസ് 22 ആയിരുന്നെങ്കിൽ നമ്മൾ എ ഓഫ് 1ലേക്ക് 22നെ ഇൻസേർട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ മാക്സിമം ടോപ്പിൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ മാക്സ് സൈസ് എന്ന് പറയുന്നത് 4 ആണ്, ലെസ് ദാൻ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പ് ഇൻക്രിമെൻറ്റ് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ സോ ദെൻ നമ്മൾ 4 എലമെൻറ്റും ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ ഓവർഫ്ലോ ആണ് പ്രിൻ്റ് ചെയ്ത് വരും. ഓക്കെ സോ പുഷ് ഓപ്പറേഷനിൽ അത്രയും കാര്യം ഓർത്താൽ മതി. ടോപ്പ് ഇരിക്കുന്നത് ഓൾറെഡി സ്റ്റാക്കിലുള്ള ടോപ്പ് എലമെൻറ്റിനെയാണ് ടോപ്പ് പോയിൻ്റ് ചെയ്യുന്നത്. പുതിയ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് തൊട്ട് മേളിലെ ഇൻഡെക്സിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. സോ ഓൾറെഡി ഇരിക്കുന്ന ഇൻഡെക്സിൽ നിന്ന് ടോപ്പ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാം. ടോപ്പ് ഇൻക്രിമെൻറ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെ ഇൻസേർട്ട് ചെയ്യാം. സോ ടോപ്പ് ഇൻക്രിമെൻറ്റ് ചെയ്യുക, ദെൻ എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ സോ ദിസ് ഇസ് സ്റ്റാക്ക് ഓപ്പറേഷൻ, പുഷ് ഓപ്പറേഷൻ. ദെൻ കംസ് പോപ്പ്. സോ പോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ സ്റ്റാക്കിൽ എലമെൻ്റ് ഉണ്ട്. സോ ഓക്കെ ഓൾറെഡി നമ്മുടെ കയ്യിലൊരു സ്റ്റാക്ക് ഉണ്ട്. സ്റ്റാക്കിൽ എലമെൻറ്റ്സിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഇതാണ് എലമെൻറ്റ്. സോ ഓക്കെ ഇൻഡീസസ് ആർ 0, 1 and 2 ആൻഡ് ടോപ്പ് പോയിൻറ്റ്സ് ടു ഇതാണ് നമ്മുടെ കറൻ്റ്ലി ഉള്ള സ്റ്റാക്ക്. 3 എലമെൻറ്റ്സ് ഉണ്ട് സ്റ്റാക്കിൽ. ഇൻഡീസസ് 0, 1, 2. സോ ടോപ്പ് എലമെൻറ്റ് എന്ന് പറയുന്നത് സി ആണ്. സിൻ്റെ ഇൻഡെക്സ് 2 ആണ്. സോ ടോപ്പിൻ്റെ വാല്യൂ 2 ആണ്. ടോപ്പ് എപ്പോഴും ഓർക്കുക, ടോപ്പിൻ്റെ വാല്യൂ സി അല്ല, ടോപ്പിൻ്റെ വാല്യൂ സി ഇരിക്കുന്ന ഇൻഡെക്സ് ആണ്. ഓക്കെ സി ഇരിക്കുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് 2 ആണ്. സോ ടോപ്പ് പോയിൻ്റ് ചെയ്തേക്കുന്നത് 2നെയാണ്. ഓക്കെ സോ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. ഇഫ് ടോപ്പ് ഇസ് ഈക്വൽ ടു -1, ടോപ്പ് ഇസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിലെ എലമെൻറ്റ് ഇല്ലാത്ത കേസ്, ദെൻ ദാറ്റ് കേസ് അണ്ടർഫ്ലോ ആണെന്ന് പറയും. അല്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വി നീഡ് ടു റിമൂവ് ദിസ് എലമെൻറ്റ്. ഈ എലമെൻ്റ് എന്ന് പറയുന്നത് എ ആണ് നമ്മളുടെ അറേ എങ്കിൽ എ ഓഫ് ടോപ്പ് ആണ് നമ്മളുടെ ഐറ്റം. അതായത് ഈ സി എന്ന് പറയുന്ന എലമെൻറ്റിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്നത്. അതായത് സ്റ്റാക്കിൽ ടോപ്പിലിരിക്കുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് സി, ദാറ്റ് ഈസ് എ ഓഫ് ടോപ്പ്. സോ നമ്മൾ എ ഓഫ് ടോപ്പിനെ എടുത്ത് ഐറ്റത്തിലേക്ക് വെച്ചു. അതായത് ഐറ്റം പറയുന്ന വേരിയബിളിലാണ് ഇപ്പോൾ നമ്മളുടെ പോപ്പ് ചെയ്ത എലമെൻറ്റ് ഇരിക്കുന്നത്. ഓക്കെ ഈ എലമെൻറ്റ് പോയി കഴിഞ്ഞാൽ ദെൻ നമ്മളുടെ ടോപ്പ് എപ്പോഴും പോയിൻ്റ് ചെയ്യുന്നത്, ടോപ്പ് ഓൾവേസ് പോയിൻറ്റ്സ് ടു ദ ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ്. സി പോയി കഴിഞ്ഞാൽ ദെൻ ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ അതായത് ടോപ്പ് എന്ന് പറയുന്നത് 2 ആയിരുന്നു, അതെന്താവണം 1 ആവണം. ദാറ്റ് ഈസ് വി നീഡ് ടു ഡിക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് ടോപ്പ്. ഓക്കെ സോ പോപ്പിൻ്റെ കേസിൽ ഫസ്റ്റ് വി നീഡ് ടു ടേക്ക് ദ ഐറ്റം, ദെൻ വി നീഡ് ടു ഡിക്രിമെൻറ്റ് ദി ടോപ്പ്. പുഷിൻ്റെ നേരെ തിരിച്ചാണ്. ഫസ്റ്റ് വി ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് ടോപ്പ്, ദെൻ വി ഇൻസേർട്ട് ദ ഐറ്റം. പോപ്പിൻ്റെ കേസിൽ ഫസ്റ്റ് വി ടേക്ക് ദ ഐറ്റം, ദെൻ വി ഡിക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് ടോപ്പ്. സോ ഇതാണ് പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻസ്. ഓക്കെ താങ്ക് യു.